ഗായ്സ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഒരു ചെറിയ അഡ്വഞ്ചറസ് പരിപാടി ചെയ്യാൻ പോവാ. സംഭവം എന്താണല്ലേ, നമ്മളിന്ന് റൂമിൽ നിന്ന് മാഗി കുക്ക് ചെയ്യാൻ പോവാ. ഇന്നത്തെ ലഞ്ച് നമ്മൾ ആദ്യമായിട്ട് ലൈഫിൽ ഇങ്ങനത്തെ ഒരു സാധനം ട്രൈ ചെയ്യാൻ പോകുന്നത്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ മാഗി ബ്യൂട്ടൻ ഗ്യാസ് വെച്ച് കുക്ക് ചെയ്യാൻ പോകും. അപ്പോൾ എങ്ങനെയാണെന്ന് ഒരു പിടുത്തില്ല. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫാണ്. നമ്മൾ എന്താ വെച്ചാൽ നേപ്പാൾ ABC-യിലൊക്കെ പോകുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ച് റെഡിയാക്കി വെച്ച് വാങ്ങിച്ച് വെച്ചൊരു സാധനം. അപ്പോൾ ഇന്ന് റൂം നമ്മൾ ട്രൈ ചെയ്യാൻ പോവാം. സോ സാധനം നമ്മളെ കയ്യിലുണ്ട്, നമുക്ക് കാണാം. എങ്ങനെ എൻ്റെ വിശേഷം കാണാം. ഓക്കെ, സോ ഗൈസ് പറയാൻ നമ്മളെ സാധനം എടുക്കും. നോക്കട്ടെ, ഇത് നമ്മളെ പാത്രമല്ലേ. നമ്മളിത് ഇത് കണ്ട, ഇത് മറ്റേ മഞ്ചട്ടി പാത്രം പോലെ ഉണ്ട്. ഇത് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. സംഭവം ഇത് മീൻകറിയിൽ ഉണ്ടാക്കുന്ന പാത്രം വീട്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഇതിലുണ്ടാക്കുന്നത്. കഴുകണ്ടേ, സാധനം കഴുകണ്ടേ. നമ്മൾ ബാത്റൂമിൽ പോയി കഴുകുക. സോ സാധനം കഴുകുക, റെഡിയാക്കി. ഇത് നമ്മളെ ബാത്റൂം. നമ്മൾ റൂം സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ തൽക്കാലത്തേക്ക് ഇന്ന് ഏകദേശം ഒരു റൂം എടുത്തതാണ്, നോർമൽ സെറ്റപ്പാണ്. അപ്പം നമ്മളെ ഫറം പരിപാടി കഴുകുന്നുണ്ട്. സാധനം കഴിക്കില്ലേ, സെറ്റാക്കില്ലേ ബാത്റൂം കൂട്ട്. സോ നമുക്ക് നമ്മളെ ബാത്റൂം കൂട്ടാം. സോ ഇത് നമുക്ക് നമ്മളെ മെയിൻ ആയിട്ടുള്ള അങ്ങോട്ടേക്ക് ഞാൻ കാണിക്കില്ല. അവിടെ നമ്മളെ ഷഡ്ഡി പരിപാടിയിലുണ്ട്. പറയാൻ എനിക്ക് ചെയ്യാനറിയോ സാധനം. അവിടെ ആദ്യം വെള്ളം ഒഴിക്കില്ല, നമുക്ക് നമ്മളെ ഗ്യാസ് സെറ്റാക്കി നമുക്ക് വെള്ളം ഒഴിക്കാം. സെറ്റാക്കി വെയിറ്റ് ചെയ്യും. നീ എടുത്തോ, സംഭവം എടുക്കുക, അടുപ്പെടുക്കുക. സോ ഇതാണ് നമ്മളെ ബ്യൂട്ടൻ ഗ്യാസ്. നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ വീഡിയോ എടുക്കണം കേട്ടോ. പറയാൻ ഒരു കട്ടുമില്ല, നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ സാധനം കാണിക്കണം. ഇതാ ബ്യൂട്ടൻ ഗ്യാസ്, വി സേഫ്, നമ്മളെ ബാഗ്. ഇതാ നമ്മളെ സ്റ്റവ് കേട്ടോ ഗൈസ്. സംഭവം ഇതാ സ്റ്റവ്. ഇതെങ്ങനെ സംഭവം സെറ്റാക്കണ്ടല്ലോ, അറിയോ? നമ്മളെ ഏകദേശം നമ്മൾ നാട്ടിൽ വരുമ്പോൾ നമ്മളെ ഹനാനും മറ്റേ ചങ്ങൻ്റെ പേര് നിഹാൽ ഹനാൻ നമുക്ക് സെറ്റായി തന്നെ. ഗ്യാസ് ഓൻ്റെ ഒക്കെ ഇത് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിച്ചത്. ഇതിന് 200 രൂപയാണ് ബ്യൂട്ടൻ ഗ്യാസിന്. ഇത് ആക്ച്വലി നല്ലതാണെന്ന് പറയുന്നത്. സമയം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുക. ഈ ട്രക്കിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മലയെ അയിരമുള്ള എവിടെയെങ്കിലും പോകുന്നുണ്ട്. നമ്മൾ സാധനം ഉണ്ടാക്കാൻ പോവാം. സോ സാധനം എന്താ നമ്മൾ ചെറുതായിട്ടുണ്ട്. ഇവിടെ ആടത് കത്തിക്കരുത്, ഇത് ഗ്യാസ് ഡിറ്റക്ടറാണ്. സാധനം പണി കിട്ടും. സോ ഇത് സംഭവം ആടത് കത്തിക്കാം. നമുക്ക് വെയിലും അത് സീനില്ല, അത് വെന്റിലേഷനാണ്. ഇത് കത്തിച്ച് ഈ ഷഡ്ഡിയെല്ലാം മാറ്റിയാൽ ഇത് നല്ല ഷഡ്ഡിയെല്ലാം മാറ്റിക്കുക. ഇതാ ഇവിടുന്ന് കത്തിക്കാം. നമുക്ക് ഡ്രസ്സെല്ലാം മാറ്റാം. തൽക്കാലത്തേക്ക് ഡ്രസ്സെല്ലാം മാറ്റും. ഇത് നല്ല ഡ്രസ്സല്ലല്ലോ, മോശം ഡ്രസ്സല്ലേ. താഴട്ടെ. അപ്പം നമ്മളിത് ഇവിടുന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളെ സൺലൈറ്റും ഉണ്ട്. നമ്മളെ സ്റ്റൗവ് റെഡി ആയിട്ടുണ്ട്. സാധനം ഇതാ നമ്മളെ സ്റ്റൗവ്. സംഭവം നമ്മളിതാ ഇതിൻ്റെ മുകളിൽ വെക്കാം. ഇത് കണക്ട് ചെയ്യണ്ട സാധനം. കണക്ട് ചെയ്യേണ്ട അറിയില്ലേ? അത് കണക്ട് ചെയ്യാം, അങ്ങനെയല്ലേ വേണ്ടേ സംഭവം. ഇത് ഓണാക്കി ഇത് ഈ ഒരു സാധനം ഇതിലേക്ക് എന്തോ ഡയറക്റ്റായിട്ട് വെക്കല. ഞാൻ അങ്ങനെ എന്തോ വീഡിയോ കണ്ടിട്ടേ ഉള്ളൂ. ഇതിൻ്റെ മണ്ടൊക്കെ എന്തോ വെക്കണം, അതോ സാധനം സംഭവം ഇതല്ലേ. അന്ന് വെച്ച് നോക്കി അതെന്തോ ഒരു ടൈറ്റ് ആക്കലായിട്ടുണ്ടോ ടൈറ്റായാ ലാസ്റ്റ് ഗ്യാസ് ഇങ്ങനെ പൊട്ടിത്തെറിക്കല്ലേ. അങ്ങനൊന്നും ഉണ്ടാവില്ല. സോ ഗൈസ് നമ്മളിപ്പോൾ സംഭവം ഗ്യാസ് സെറ്റാക്കുക. അതിൻ്റെ ഉള്ളിൽ കയറ്റണം. ഇതിൻ്റെ സംഭവം നല്ല യൂട്യൂബ് ഒന്ന് ചെക്ക് ചെയ്യണം. വേറെ ആരെന്തെങ്കിലും ഇതിപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ സെറ്റ് ആയിരുന്നോന്നറിയില്ല. സംഭവം ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ട്. പൊട്ടിത്തെറിക്കാൻ ഗ്യാസ് ഡിറ്റക്ട് ചെയ്ത് അവിടെ അലാറം പൊട്ടിക്കേ. പിന്നെ ആ റൂമുകാരൻ വന്ന് ബെട്ടിട്ടുണ്ട. സോ അതാ ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ടല്ലേ എടാ. ഓ ഇത് വിചാരിക്കുന്നില്ല കേട്ടോ ഗൈസ്, വെയിറ്റ് ഉണ്ട്. ഞാൻ ആദ്യമേ ചെയ്ത് തിരിച്ചു വെക്കാനുള്ളതാണോ. വെള്ളം ഒഴിക്കൽ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യും. ഗ്യാസ് കത്തുന്നുണ്ടോ ടെസ്റ്റ് ചെയ്യടാ. എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ നമുക്ക് വെള്ളം വെറുതെ തീർക്കണ്ടല്ലോ. ഇവിടെ 20 ഉറുപ്പ്യാന്ന് കുപ്പിക്ക് വില. സംഭവം ഒരു 30 ഉറുപ്പ്യെല്ലാം മേടിക്കുന്നു റൂമിൻ്റെ ഉള്ളിൽ. ഗ്യാസ് വേണേ ഇനി കത്തിക്കണ്ടേ? ഒരു മിനിറ്റ് കത്തിക്കാൻ ഇത് വേണ്ടേ, ലൈറ്റർ എന്തെങ്കിലും? അയ്യോ അത് വാങ്ങിച്ചില്ല. ഗ്യാസ് ഓഫ് എന്നാ വേണ്ടല്ലേ. ഓ സംഭവം കത്തി ഗൈസ്. സംഭവം നമ്മള് ഗൈസ് സക്സസ്ഫുള്ളി യെസ് അല്ലേ, നമ്മൾ കത്തിച്ചു. യെസ് നമ്മളൊന്നും അറിയാത്ത ആൾക്കാർ. നമ്മളിനി മാഗിക്ക് വേണ്ടി വെള്ളം എടുക്കുക. ഇത് ഓഫാക്ക്, ഗ്യാസ് തീർക്കല്ല, കുറച്ചേ ഉള്ളൂ. ഇത് ചൂടാക്കാൻ നമുക്ക് മാഗി എടുത്ത് റെഡിയാക്കണ്ടേ. ഇത്ര മതി. അപ്പോൾ നമ്മൾ സംഭവം മാഗി വിൽക്കേണ്ട ടബ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ബാത്ത് ടബ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. സോ അടിയിൽ നിന്ന് ഗ്യാസും കത്തുന്നുണ്ട്. സോ സാധനം സെറ്റായിട്ടുണ്ട്, ഒന്നും വിചാരിക്കല്ല. നമുക്കിനി മാഗി എടുക്കാൻ പോവാം. നമ്മളെ മാഗി ഒരു സെറ്റായിട്ട് നമ്മൾ നേപ്പാളിലേക്ക് പർച്ചേസ് ചെയ്തത്. എൻ്റെ ആകില്ല നമ്മളെ ബാഗിൽ ആളുണ്ട്. ഇവിടെപ്പുറത്ത് ഡിയർ കോമറിയുടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. സോ നമ്മളെ സാധനം ഉണ്ട് മൊത്തം. ഇത് കണ്ടാൽ കഴിച്ച് നമ്മൾ ഫുള്ള് നേപ്പാളിലേക്ക് സെറ്റാക്കി വെച്ച സാധനം. മുസ്ലിം ഉണ്ട്, പിന്നെ ഇതുണ്ട്, സ്നിക്കേഴ്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഇതൊന്നും ആവശ്യമില്ല, നമുക്കാകെ മാഗിയേ ഉള്ളൂ. ഒരു 2 മാഗി എടുത്തു. ഓക്കെ, ഇത് പ്രോട്ടീൻ ബാർ. ഇത് അലിനാണ്. ഓ സംഭവം അലിന് ഗൈസ്. ഇതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നമ്മൾ എന്തായാലും സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്ത് തരാം. നമുക്കിപ്പോൾ മാഗിയാണ് സാധനം. മാഗി പൊട്ടിച്ചോളും. സംഭവം ഇത് പൊട്ടിച്ചോ ഇടാനല്ല. മാഗി ഉണ്ടാക്കുന്നറിയില്ലേ? ഉറപ്പല്ലേ? ഉണ്ടാക്കിനെ എപ്പെങ്കിലും വീട്ടിൽ? നീക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നൊരു സംശയം.
വെള്ളം ഓവറായില്ലല്ലോ സംഭവം. നമ്മളെ മാഗി ഇട്ടിട്ടുണ്ട്, സാധനം മാഗി റെഡിയാക്കിയിട്ടുണ്ടേ. ഓക്കെ ഓക്കെ ഓക്കെ. അതിന് ഈ കയ്യിലും കഴുകിയിട്ടില്ലേ? രണ്ടൊപ്പം ഇട്ടോ, അത് ഞാൻ പൊട്ടിച്ച് വെച്ചാൽ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട്. സോ സംഭവം നമ്മൾ അടുത്ത മാഗിയും കൂടി ലോഡ് ആകുന്നുണ്ട്. ഇനി മാഗി ഇടണം, മസാല ഇടണം, പിന്നെ കത്തിച്ച് സെറ്റാക്കണം. ഓക്കെ, ഇത് ചൂടാകുന്നില്ലല്ലോ, ഒന്ന് പൊട്ടിത്തെറിക്കാണ്ടെന്നാൽ മതി, അത്ര നമുക്ക് പറയാനുള്ളൂ അല്ലേ? പൊട്ടിത്തെറിച്ച റൂമടക്കം നമ്മൾ ചെയ്താ ഈ വഴി അങ്ങനെ തന്നെ ചാടേണ്ടി വരും താഴോട്ടേക്ക്. ഡൽഹി ഫുള്ള് നമ്മൾ കത്തിക്കാൻ പോവാ. അതാ പറയാൻ ഉഷാറുണ്ട്, ഇങ്ങനത്തെ ഡയലോഗെല്ലാം വരട്ടെ. വേറെ സംഭവം നമ്മളെ മാഗി ലോഡാക്കിയിട്ടുണ്ട്. ഇതിന് മാഗി ഇട്ട് കുറച്ചും കൂടി വെള്ളം. എടാ ഇത് സ്പൂണില്ലേ? ഭാഗ്യമല്ലേ സ്പൂൺ എടുത്തത്, ഭാഗ്യോ. സോ നമ്മളെ മസാല ഉണ്ട്. ഇത് എത്ര പേർക്ക് ഇഷ്ടമായി ഈ സാധനം അറിയില്ലേ? ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കി ഈ സാധനം വെറുതെ നക്കി തുടക്കും. ഈ സാധനം എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഓക്കെ, സോ നമുക്ക് നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ റൂമിൻ്റെ സാധനമൊക്കെ കണ്ടില്ലേ? ഇതന്നെയാണ് റൂമിൻ്റെ കോലോ. ഏകദേശം വൃത്തിയൊന്നുമില്ല. ഇന്ന് രാത്രിത്തേക്ക് മാത്രം സ്റ്റേ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നതാണ്. നമ്മൾ പറയാനേ എന്തായി കാര്യ ഇതൊന്ന് ഇളകിയിട്ട് വേണം നമുക്ക് മസാലപ്പൊടി ഇടാൻ. ഒരു 5 മിനിറ്റത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റത്തേക്ക് നമുക്ക് റെഡി ആയിട്ട് നോക്കാം. ഒന്ന് കൂട്ടിക്കോ, കുറച്ച് ചെറുങ്ങനെ കൂട്ടിക്കോ, ചെറുങ്ങനെ. ഓക്കെ, ഗ്യാസെല്ലാം സംഭവം സെറ്റാട്ടോ. ഇത് സംഭവം ഈസി പരിപാടിയായിട്ട്, ഒരു പണിയില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന. ഇവിടെ പ്ലാസ്റ്റിക് എടുത്ത് വെക്കല്ല, ചൂടാകുമ്പോൾ മണ്ടത്തരങ്ങളെല്ലാം ചെയ്യല്ലേ. കത്തിയിട്ടുണ്ടെങ്കിലല്ലേ ഉരുകിയിട്ടുണ്ടാവും. സോ സംഭവം അത് ഇനി ഒന്ന് ചൂടായി വരട്ടെ. ഓക്കെ, സോ നമ്മൾ സംഭവം ഗ്യാസ് ഇറങ്ങനെ കൂട്ടിയിട്ടുണ്ട്, പതക്കാൻ ടൈം എടുക്കുന്നുണ്ട്. സംഭവം നമ്മളെ മസാല ഇട്ടിട്ടുണ്ട്, മസാല ഇതിലേക്ക് ഇറക്കിയിട്ടുണ്ട്. പിന്നെ നോക്കട്ടെ, ഒരു മിനിറ്റ്, സെറ്റാക്കാം. മസാലയുടെ ബാക്കി പൊടി എനിക്ക് വേണേ നക്കി തുടക്കാൻ. എനിക്ക് മാഗി മസാല നക്കി തുടക്കാൻ എടാ, അത്രയും കളഞ്ഞ് നീ എന്ത് സാധനമാണ് ഈ കളഞ്ഞ്. നമുക്ക് അടുത്തതിന് കളയല്ലേ? ഇതെന്താന്ന് മറ്റേ പരിപാടിയാ. പതുക്കെ കയറണേ, കളയല്ലേ മുത്തേ. അത് നല്ലോണം ഇട്. വിശപ്പ് കൊണ്ട് സഹിച്ചിരിക്കില്ല, ബിരിയാണി ഒന്നും അടിക്കുന്നില്ല നമ്മളിവിടെ വന്നിട്ട്. ഇവിടെ ഇങ്ങനെല്ലാം ജീവിക്കാം നമ്മള്. എല്ലാവരും പറയും ട്രാവൽ ചെയ്യാൻ നല്ല രസം, ഇങ്ങനെല്ലാം തിന്ന് ജീവിക്കണം, പണിയാണ്, കഷ്ടപ്പെട്ട് ജീവിക്കണം. ഇങ്ങനെല്ലാം മാഗി ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം തിന്നിട്ടാണ് നമ്മൾ ആഹാരവും വിശപ്പെല്ലാം മാറ്റി കേട്ടോ. എല്ലാവരും ഇത് കാണണം. ഇതാണ് റിയാലിറ്റി ഓഫ് അവർ ട്രാവലിംഗ് സ്റ്റോറീസ്. മസാല കുറച്ച് കൂടിപ്പോയപ്പോ ഇല്ല അത് നല്ലതാ, മസാലൻ്റെ ടേസ്റ്റ് ആട്ടെ. ഇത് കുറച്ച് എനിക്ക് ബാക്കി വെക്കണേ. ഓടാ, ഇപ്പൊ ഇതിനേക്കാൾ ഡേഞ്ചറാ. അതായത് മാഗിയോ ഡേഞ്ചറാ. ഞാൻ മാഗീനെ കുറ്റം പറയാൻ വിചാരിക്കുന്നത്, മാഗിയോ ഡേഞ്ചറാ. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിച്ച് ജീവിക്കണം, വേറെ വഴിയില്ല. സോ ഇതാ സംഭവം. നോക്കട്ടെ, ഇത് എന്തായാലും ഒന്ന് ഇളക്കട്ടെ. സോ ഗൈസ്, നമ്മളെ ഇതാ ഇപ്പൊ പറയാൻ മാഗി ഉണ്ടാക്കാനൊന്നും അറിയില്ല. ചെക്കനെ കൈ പൊള്ളി എന്നും പറയുന്നുണ്ട്. സംഭവം മാഗി ഇപ്പോഴും വന്നിട്ടില്ല. വെള്ളം ആടെ വെച്ചിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എടാ സൈഡിലെല്ലാം മാഗി നിന്റെ കരുതാക്കാൻ തോന്നും. അതാ സൈഡിലൊന്നും മാഗി ഇളകിയിട്ടില്ല. അതാ ആടെ മസാല പിടിച്ചില്ല. അങ്ങോട്ട് വലിച്ചിട്. അങ്ങനെ ഇളക്ക്. സംഭവം ഇതാ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ വെയിറ്റിംഗ് ആണ്. നല്ല വിശപ്പുണ്ട്. നമുക്ക് അപ്പുറത്തൊരു തള്ളച്ചിനെ കാണാൻ പറ്റല്ലോ, ദില്ലി തള്ളച്ചി ഗൈസ്. സോ ഇതാ അല്ലേ പറയാൻ എന്താ വായി നോക്കുന്നത്? പറയാൻ നിന്റെ പ്രായമല്ല. സംഭവ ഗൈസ്, നമ്മളെ മാഗി ഇപ്പൊ ഒന്ന് ഇളക്കി. ഇനി അതിനെ ഒന്ന് ഇതാക്കണം. ആ വെള്ളം വറ്റണം, എന്നാലേ കാര്യം റെഡിയാവും. സംഭവം വെള്ളം വറ്റിയിട്ട് കാര്യം റെഡിയാണ്, എന്നാലേ സംഭവം ഇത് റെഡിയാവും. വെള്ളം ഒഴിച്ചെടുക്കണ്ട, വെള്ളം ഒഴിച്ചെടുത്ത ടേസ്റ്റ് പച്ച വെള്ളം പോലെ. എനിക്ക് മാഗി ഉണ്ടാക്കാൻ അറിയില്ല അല്ലേ, വെറുതെ അല്ല. അല്ല ഇതിപ്പോ സംഭവം ഇത് ഡ്രൈ ആവണം. ഡ്രൈ ആയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഡ്രൈ ആക്കിയാലേ സാധനം രസം ഉണ്ടാവും. ഓക്കെ, സംഭവം ഇത് സെറ്റ് നൈസ് പ്രൊഡക്റ്റ് ആട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാവലും ചെയ്തിട്ട് വാങ്ങിച്ചു വെച്ചോ. കാരണം അല്ല, എന്താ ഇതിന്റെ അഭിപ്രായം? എന്നാ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാട്ടോ. എൻ്റെ ഒരു അതാണ് സംഭവം. കാരണം ഇങ്ങനത്തെ നമുക്ക് ഗ്യാസ് ഇല്ലെങ്കിലും ഇങ്ങനത്തെ സാധനം വെച്ച് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സൗകര്യം ഉണ്ട്. ഓക്കെ, സംഭവം ഇതിന് റെഡി ആവുന്നുണ്ട്. കുറച്ചും കൂടി തിളക്കട്ടെ. വീട്ടിൽ ഇനി ഇളക്കട്ടെ. ഇനി ഞാൻ ഒന്ന് മസാല പിടിക്കട്ടെ. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മളെ സാധനം റെഡി. ആ പാട്ട് ഓഫ് ആക്കിയാൽ 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മളെ സാധനം റെഡിയാവും. സൗണ്ട് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ സാധനം റെഡിയാവും. പറഞ്ഞാൽ തന്നെ അത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ തിന്നണം. കാരണം നമുക്ക് വേറെ പാത്രം കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ മാക്സിമം ബാക്ക് പാക്കിംഗ് എല്ലാം ഫുള്ളും കുറച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ ഫുഡ് എല്ലാം കാണണമെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഇതാ ഡേറ്റ്സ് ഉണ്ട് ഈ കാണുന്നത്. പിന്നെ ഇതാ കോൺഫ്ലെക്സ് നമ്മൾ കഴിച്ചു. കോൺഫ്ലെക്സ് ഓൾറെഡി ട്രെയിൻ നമ്മൾ കഴിച്ച്. പിന്നെ ഈ കാണുന്ന മാഗി, സ്നിക്കേഴ്സ്, പ്രോട്ടീൻ ബാർ. ഡ്രിങ്ക്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. ഡ്രിങ്ക്സ് ഒന്നും വാങ്ങിച്ചു. പരമാവധി നമ്മൾ കഴിക്കാവുന്ന മാഗി എടുത്തിട്ടുണ്ട്. പിന്നെ സ്നിക്കേഴ്സും ഉണ്ട്. സ്നിക്കേഴ്സ് ഏകദേശം 40 എണ്ണായിട്ടുണ്ട്. മിനീസ് നമ്മൾ വാങ്ങിച്ചത്. ഓക്കെ, പിന്നെ ഇതെന്താ തിന്നാനാ? അല്ല, ഇത് സോപ്പാണല്ലേ. കെലോഗ്സ് ഉണ്ട്. ഓക്കെ, സോ സംഭവം ഇതാണ് സംഭവം. ഓക്കെ, അപ്പം ഇതെല്ലാം തന്നെ നമ്മളെ മെയിൻ പ്രൊഡക്റ്റ് സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം വെച്ച് ഇനി വരുന്നവർ 2 ആഴ്ചയോളം റെസിസ്റ്റ് ചെയ്യണം.
ഇത്ര തന്നെ അല്ലാണ്ട് ഇപ്പം മിററിലെ കാണുന്നില്ല 2 ആഴ്ച നമ്മളിങ്ങനെ പിടിച്ചിക്കണം. അതാ മെയിൻ സംഭവം. ഗേൾസ് എല്ലാം കുറവാണ്. ഇവിടെ ഗേൾസ് കുറവാ അല്ലേ? സംഭവം അറിയില്ല. ഗേൾസ് കുറവാ. ഇവിടെ ഇപ്പുറത്ത് കോട്ടേഴ്സ് ആയിട്ട് തള്ളച്ചിയല്ലേ? ഇങ്ങോട്ട് സംഭവം ഗേൾസ് ഇല്ല, ആരുമില്ല അല്ലേ? ഫറാന് വിഷമല്ലേ? ഡൽഹിയിൽ വന്നിട്ട് ഒരു പെണ്ണിന് ഡൽഹിയിൽ എൻ്റെ ഒരു പെണ്ണിനെ കണ്ടില്ല എന്നുള്ള വിഷമത്തിലുള്ള ഫറാന്. എനിക്കിവിടെ മാഗി ആയിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ വിഷമത്തിലുള്ള വിശപ്പ്. ഇത് നമ്മളെടുത്ത കോട്ടേഴ്സ് കേട്ടാ. നമ്മൾ ഏകദേശം ഒരു റൂം എടുത്താണ്. സംഭവം കുഴപ്പമില്ല. എടാ മാഗി എന്തായി ഒന്ന് ഇളക്കി ഇളക്കി വിശക്കുന്നു വേഗോ. ഐ എം റിയലി ഹംഗ്രി ഗൈസ്. ആയി ഡ്രൈ ആയില്ലേ? ഡ്രൈ ആയി നല്ലോണം ഇളക്ക്. പൊള്ളുന്നുണ്ടാ? നിങ്ങിതാ. വേണ്ട ഓഫായിക്കോ. സാധനം ഓഫാക്ക്. നീല ഓണാക്കിയത് ഓഫാക്കറാ. അനക്കറിയില്ല നീല ഓണാക്കിയത്. നിങ്ങളെ ഓണാക്കറ അങ്ങനത്തെ ഓണാക്ക ഓഫാക്കിയാ. എടാ ഡ്രൈ ആവുന്നുണ്ട്. ഇതെങ്ങനെയാ ചെയ്തേ? അങ്ങനെയാ? ഓക്കെ സംഭവം ഓഫായിട്ടുണ്ട് ഗൈസ്. നമ്മൾ മാഗി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തന്നെ തിന്നല്ലേ? കുറച്ച് ചൂട് പോട്ടല്ലേ? എടാ കുറേ അടി പിടിച്ചടാ. അതാ പറഞ്ഞത്, ജസ്റ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. സാധനം റെഡി ആയിട്ടുണ്ട്. ഫോർക്കിൻ്റെ ഒരു കുറവും കൂടിയല്ലോ. 2-3 തക്കാളി ഓംപ്ലേറ്റും കൂടി അതിന് പക്കാ നൂഡിൽസ് ആയല്ലേ? തക്കാളി സംഭവം ഇതിങ്ങനെ തിന്നോളാം, വേറെ വഴിയില്ല. സാധനം റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മളെ മാഗി റെഡി ആയൂ. സെറ്റല്ലേ ഫറാനെ? പക്ക ഇനി അടിച്ചൂടെ? കുടലാത്തുണ്ട്. സോ നമുക്ക് അതിൻ്റെ ചൂട് പോയിട്ട് കഴിക്കുന്ന ഷോട്ട് കാണിച്ചാൽ. ഓക്കെ, സോ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളിനി കഴിക്കാൻ പോലെ. ഫറാൻ എങ്ങനെയുണ്ട് മാഗി ഉണ്ടാക്കിയിട്ട്? എങ്ങനെയുണ്ട്? വലിയ റെസിപ്പിയാണ്. ഇതൊന്നും ആരും കാണാത്ത ഒരു സീക്രട്ട് റെസിപ്പിയാ. നമ്മൾ പറഞ്ഞുതരും ചെയ്യില്ല ഇതിൻ്റെ റെസിപ്പി. ആർക്കും അറിയാത്ത റെസിപ്പിയാണ്ട് എൻ്റെ കൈ പുള്ളി അണ്ണാക്കും പുള്ളി. സംഭവം അടിച്ചുവരുന്നുണ്ടേ. ബന്ധുവെന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാം തിന്നുന്നുണ്ട് ഗൈസ്. അങ്ങനെ 2-3 ദിവസത്തിന് ശേഷം അല്ല, ആദ്യത്തെ ദിവസം നമ്മൾ നെയ്ച്ചോറ് ചിക്കൻ തിന്നില്ല ട്രെയിനിൽ. അതിൻ്റെ മുമ്പ് ഉണ്ടാക്കി തന്നെ നെയ്ച്ചോറ് ചിക്കൻ. അന്ന് രാത്രി 2-ാം ദിവസം ഒന്നും തിന്നില്ല. ഞാനൊന്നും തിന്നില്ല. നീ എന്തല്ലോ കയറ്റി. ഇനി ഉച്ചക്ക് കലോക്സും തിന്ന് ഇങ്ങനെ കൊണ്ടുപോയി അതില്ല ബെഡിലാക്കല്ലേ സംഭവം. ഇപ്പം അതിന് ശേഷം ഒരു ഹെവി ആയിട്ടുള്ള സാധനം അടിക്കുന്നത്. ഇത്രയും ദിവസം വെള്ളം ഇതും കാക്കൂസ്. ഇപ്പോൾ ആ മുട്ടീനെങ്കിലല്ലേ ഇന്ത്യൻ ഡ്രൈവിൽ എനിക്ക് കയറാൻ വേണ്ടിയുള്ളതുകൊണ്ടാട്ടാ ഞാൻ ഇനി അങ്ങനെ തിന്നാണ്ട് ഇങ്ങനെ ജീവിക്കുന്നു. സോ ഇതാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ അത്രയും നമ്മളിതിൻ്റെ മാഗി എൻജോയ് ചെയ്യട്ടെ. നമുക്കിങ്ങനെ വീഡിയോ എടുത്ത് തന്നാൽ തിന്നുന്നതിൻ്റെ ഒരു സുഖം കിട്ടൂല അല്ലേ പറഞ്ഞേ? പറഞ്ഞ ആടെല്ലാം വേറുന്നുണ്ട്. സോ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നമ്മൾ മാഗി ഇഷ്ടപ്പെട്ടു. സോ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഇസ് ബൈ ഫ്രം ഡിഗി മച്ചാൻ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ അടുത്ത കണ്ടന്റിൽ നമ്മൾ അടുത്ത നേപ്പാൾ സ്റ്റോറീസ് ആയിട്ട് വീഡിയോ ഇരുന്നാൽ ബൈ.